ആകാശത്ത് മിന്നി നിന്ന നക്ഷത്രം മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ആ താരത്തിളക്കത്തിൽ മലയാളിയുടെ മനസ്സ് വിസ്മയം കൊണ്ടു. കലയുടെ ലോകത്തെ ഒരു അത്ഭുതമായി, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ നക്ഷത്രങ്ങൾക്കിടയിലെ ആ സുവർണ താരകത്തിന്റെ നാമം മമ്മൂട്ടി, മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക. മമ്മൂട്ടി ദ മെഗാ മാസ്ട്രോ. നമസ്കാരം പ്രിയമുള്ളവർ, ഈ ആഘോഷവേളയെ നിറച്ചാർത്തണിയിക്കാൻ, മറ്റൊരു ആഹ്ലാദവേളയ്ക്ക് തിരിതെളിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ആകാശത്തു മിന്നി നിന്ന നക്ഷത്രം മണ്ണിലേക്ക് ഇറങ്ങി. ആ നക്ഷത്ര തിളക്കത്തിൽ മണ്ണും വിണ്ണും വിസ്മയം കൊണ്ടു. ക്രമേണ ആ നക്ഷത്രം കലയുടെ ലോകത്തെ അത്ഭുതമായി മാറി. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ നക്ഷങ്ങൾക്കിടയിലെ ആ സുവർണ താരകത്തിന്റെ നാമം മമ്മൂട്ടി. പത്മശ്രീ ഭരത് മമ്മൂട്ടി മലയാള സിനിമയിലെ ഒരേയൊരു മെഗാ സ്റ്റാർ. 3 തവണ ഭരത് അവാർഡ് നേടിയ ഒരേയൊരു മലയാള നടൻ. മലയാള സിനിമയുടെ കീർത്തിയും യശസ്സും ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഇന്ത്യയൊട്ടുക്കും എത്തിച്ച നടൻ. 28 വർഷത്തിലേറെയായി നമ്മുടെ സിനിമയിലെ നെടുംതൂണായി നിറഞ്ഞു നിൽക്കുന്ന മഹാനടൻ. വാക്കുകളും വിശേഷണങ്ങളും മതിയാകാതെ വരുന്നു. മമ്മൂട്ടി ദ മാൻ ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻസ്. മമ്മൂട്ടി ടൈംസ് മലയാളത്തിൽ ആദ്യമായി ഒരു നടന്റെ പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മമ്മൂട്ടിയുടെ പേരിലാണ്. 2003 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച മമ്മൂട്ടി ടൈംസ് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ ഇതുവരെ അവലംബിച്ചിരുന്ന ഗോസിപ്പ്, അശ്ലീല ചിത്രങ്ങൾ എന്നീ ചേരുവകളെ പടിക്ക് പുറത്തു നിർത്തിയാണ് മുള പൊട്ടിയതും മുന്നോട്ടു പോയതും. സമൂഹത്തിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വിലപ്പെട്ട ക്ലീൻ ഇമേജിന്റെ പ്രതിഫലനമായി മമ്മൂട്ടി ടൈംസ് നിർബന്ധമായും നിലകൊണ്ടു. ചന്ദ്രനും ചന്ദ്രകാന്തവും പോലെ. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മലയാള സിനിമാ സമൂഹത്തിന് പ്രിയങ്കരമായി മാറിയ മമ്മൂട്ടി ടൈംസ് ഈ ജൈത്രയാത്രയിൽ മറ്റൊരു നാഴികക്കല്ല് പിന്നിടുകയാണ്. പ്രസാദനത്തിന്റെ 101-ാം ലക്കം. 101-ാം ലക്കം പ്രസിദ്ധീകരിച്ച വേളയിൽ അഭിമാനത്തിന്റെയും അങ്ങേയറ്റം ആഹ്ലാദത്തിന്റെയും ഈ സുവർണ നിമിഷം മമ്മൂട്ടി ടൈംസിനൊപ്പം നമുക്കേവർക്കും ആഘോഷിക്കാം. ഏവർക്കും സ്വാഗതം. ഈസി കുക്ക് പ്രസൻസ് മമ്മൂട്ടി ടൈംസ് 101st ഇഷ്യൂ സെലിബ്രേഷൻസ്. മതമൈത്രി ഗാനത്തോടു കൂടി കലാസന്ധ്യ ആരംഭിക്കുന്നു. ഈ ഗാനം ആലപിക്കുന്നു ബിനു ആനന്ദ്. പുളകമായ സ്നേഹഗായക ശ്രീ